കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സിനിമയിലെ വനിതകളുടെ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. പ്രധാനമായും WCCയുടെ ആവശ്യപ്രകാരമാണ്. മലയാള സിനിമയിലെ ലൈംഗിക, തൊഴിൽ ചൂഷണം, വിവേചനം എന്നിവയെ പറ്റി സമഗ്രമായി പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. വർഷങ്ങൾക്ക് ശേഷം വലിയ നിയമവ്യവഹാരങ്ങൾക്ക് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു. ഭാഗികമായി പിന്നാലെ ഉണ്ടായ സംഭവവികാസങ്ങൾ നമുക്കറിയാം. മുൻനിര നടന്മാർക്കെതിരെ ഉൾപ്പെടെ കേസുകളെടുത്തു. അത് പക്ഷേ ഹേമ കമ്മിറ്റിക്കകത്തുള്ള കാര്യങ്ങളല്ല, എങ്കിലും പുറത്ത് മുൻനിര നടന്മാർക്കെതിരെ ഉൾപ്പെടെ കേസുകളെടുത്തു. സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാനടക്കം സർക്കാർ ആലോചിക്കുന്നുണ്ട്. കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ പലരും പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലോ കോടതിയിലോ മൊഴി നൽകാൻ തയ്യാറാകാതിരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനാൽ പല കേസുകളും അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഇതിനെ പരിഹാസ രൂപേണ വിമർശിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് നടി പാർവതി തിരുവോത്താണ്. സഹപ്രവർത്തകരിൽ നിന്ന് വിമർശനമേറ്റതിന് പിന്നാലെ ഇപ്പോൾ പാർവതിക്കെതിരെ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറയാം. ഈ പറഞ്ഞതിനപ്പുറം സംഭവിച്ചതെന്ന് ചുരുക്കത്തിൽ കണ്ടുവരാം. RDX റാപ്പ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയ പാർവതി തിരുവോത്തിനെതിരെയാണ് മന്ത്രി സജി ചെറിയാന്റെ പരോക്ഷ വിമർശനം. റിപ്പോർട്ടിൽ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടും ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മന്ത്രി തുറന്നടിച്ചു. സർക്കാരിനെ പരിഹസിച്ച പാർവതി തിരുവോത്തിനെതിരെ സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി. കോടതിയിൽ പോയി പരാതി പറയാതെ നിയമ നടപടി ഉണ്ടാകണമെന്നതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ലെന്ന് മാലാ പാർവതി വിമർശിച്ചു. 5 വർഷമായി സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തെ വിസ്മയത്തോടെ മാത്രമേ കാണാനാകൂ. നട്ടെല്ലുള്ള നിലപാടുള്ള സഹപ്രവർത്തകരും സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിച്ചില്ല. സ്വാഭാവിക നീതിക്ക് വിരുദ്ധമായി നിലപാടെടുക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്നും പാർവതി തിരുവോത്തിനുള്ള തുറന്ന കത്തിൽ മാലാ പാർവതി ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ മാത്രമുള്ള ഉപകരണമായിരുന്നില്ലെന്നും മലയാള ചലച്ചിത്ര മേഖലയിൽ ആകെ വ്യാപകമായ ആഭ്യന്തര മാറ്റങ്ങൾക്ക് വഴിതെളിച്ച നയരേഖയായിരുന്നുവെന്നും സംവിധായിക വിധു വിൻസെന്റും ഇന്നലെ പറഞ്ഞിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡാറ്റാ ഷീറ്റ് നോക്കാം. വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിലെ കേസുകൾ അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ്. നമ്മൾ അറിഞ്ഞതാണ് 2 തവണ. നിബിലും നേരത്തെ ഇൻട്രോയിലും ഉണ്ടായിരുന്നു. ഇനി കമ്മിറ്റി രൂപീകരിക്കാനിടയ ശരിയായ കാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ എന്ന് പാർവതി ചോദിച്ചു. സിനിമയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നയം രൂപീകരിക്കുകയല്ലേ ലക്ഷ്യം എന്ന് പാർവതി അതിനകത്ത് ചോദിച്ചു. അതിനെന്ത് പറ്റി? റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5.5 വർഷമല്ലേ ആയിട്ടുള്ളൂ, തിരക്കില്ല എന്നൊരൽപ്പം പരിഹാസ രൂപേണ പാർവതി പറഞ്ഞു. വിമർശം നല്ലത്, താരമെന്ന ബലത്തിൽ കാടടച്ച് വെടിവെക്കരുത് എന്ന് വിധു വിൻസെന്റ് പറഞ്ഞു. വിമർശമായിട്ട് വസ്തുത മനസ്സിലാക്കി വിമർശിക്കുമ്പോൾ ബലമുണ്ടാകുമെന്ന് പാർവതി തിരിച്ചറിയണമെന്ന് വിധു ഒരൽപ്പം പരിഹസിച്ചുകൊണ്ട് തന്നെ വിമർശിച്ചു. പരിഹാസത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ഉറക്കെ ചിന്തിക്കണമെന്ന് മാലാ പാർവതി തിരുവോത്തിനോട് പറഞ്ഞു. പല കാരണങ്ങളാൽ പലരും മൊഴി നൽകാത്തത് നട്ടലില്ലായ്മയായി കാണരുത് എന്ന് മാലാ പാർവതി പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. മന്ത്രി വന്നു, നമ്മളതും അറിഞ്ഞതാണ്. ഹേമ റിപ്പോർട്ട് സംബന്ധിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതായി സജി ചെറിയാൻ പറഞ്ഞു. നമ്മളത് അറിഞ്ഞതാണ്. കമ്മിറ്റി രൂപീകരിച്ചത് മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 2, 3 തീയതികളിൽ കോൺക്ലേവ് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. 2017 ജൂലൈ മാസത്തിലാണ് സംസ്ഥാന സർക്കാർ രൂപവൽക്കരിച്ച 3-അംഗ അന്വേഷണ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പിന്നീട് അറിയപ്പെട്ടത്. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ WCC നൽകിയ പരാതിയെ തുടർന്നാണ് നിയമനം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പലതവണ അറിഞ്ഞതാണ്. കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി സമിതി രൂപീകരിച്ചു. ചലച്ചിത്ര നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു അംഗങ്ങൾ എന്ന കാര്യം നമുക്കറിയാം. സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വ പ്രശ്നങ്ങളും പഠിച്ചു ഹേമ കമ്മിറ്റി. ലൈംഗിക പീഡനം, വേതനം, ജോലിയിൽ നിന്ന് ഒഴിവാക്കൽ തുടങ്ങിയ കണക്കുകൾ എടുത്തു. ഓഡിയോ വീഡിയോ തെളിവുകളടക്കം 300 പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. 24 ഓഗസ്റ്റ് 19 കോടതി വിധിയുടെ പിൻബലത്തിൽ 233 പേജുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ ഡാറ്റാ ഷീറ്റിലെല്ലാം നമ്മൾ നേരത്തെ കണ്ടത് പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ തന്നെ ആളുകൾക്ക് വിശദമായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. സൈഫുന്നിസ അലിയാർ കൊച്ചിയിൽ നിന്ന് ചേരും. സൈഫു, ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാർവതി കൂടെ അതിനകത്തൊരു അഭിപ്രായം രേഖപ്പെടുത്തിയതോടെയാണ്. പോലീസിന് ഈ കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യമുണ്ടോ? അക്കാര്യത്തിൽ സർക്കാരും പോലീസും ഒക്കെ പറയുന്നതല്ലേ വസ്തുത? പരാതിയുമായിട്ട് ആളുകൾ രംഗത്ത് വരാത്ത ഇടത്തോളം ആ കേസുമായിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സനീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനെ വിമർശിക്കുന്നവരും ഒപ്പം തന്നെ ഈ പരിഹസിക്കുന്ന പാർവതി തിരുവോത്തും ഒപ്പം തന്നെ വിശദീകരിക്കുന്ന മന്ത്രി സജി ചെറിയാനും എല്ലാം പറയുന്ന കാര്യങ്ങൾ ന്യായം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം 2017 ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും 19 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഏകദേശം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട്. അതിൽ സർക്കാരിന് നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്, അത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഹേമ കമ്മിറ്റിയാണ്, അതൊരു കമ്മീഷനല്ല. ആ കമ്മീഷനായിരുന്നു
ആയിരുന്നുവെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം കഴിയുമായിരുന്നു. പക്ഷേ കമ്മിറ്റി ആകുമ്പോൾ അവർക്ക് ചില പരിമിതികളുണ്ട്. അതിന് പിന്നിലുള്ള വലിയൊരു ഗ്രൂപ്പിലേക്ക് അത് കൈമാറേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പാണ് സർക്കാർ എന്ന് പറയുന്നത്. സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓരോ നിയമവശങ്ങളും പരിഗണിച്ച് വേണം സർക്കാർ തീരുമാനങ്ങൾ എടുക്കാൻ. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓരോ പരാതിക്കാരെയും, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ ഓരോരുത്തരെയും നേരിട്ട് പോയി കണ്ട് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തത്. അത് 35 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇത് 21 കേസുകളാക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ, അതായത് എല്ലാ കേസുകളും അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതായത് കേസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മൊഴികളിൽ ഉറച്ചു നിൽക്കാൻ പലരും തയ്യാറാകുന്നില്ല. നടിമാർ മാത്രമല്ല, സാങ്കേതിക പ്രവർത്തകരടക്കം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പലരും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒപ്പം നിന്ന് നിയമപരമായി കോടതിയിൽ പോയി മൊഴി നൽകി ഈ എത്രയോ വർഷങ്ങൾ നീളുന്ന ഒരു നിയമ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരു കരിയർ നശിപ്പിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ട ഒരു തീരുമാനത്തിലേക്ക് പലരും എത്തിയതിന് പിന്നാലെയാണ് ഇതിന്റെ നിയമ നടപടികൾ വൈകുന്നത്. പക്ഷേ ഇപ്പോൾ കമ്മിറ്റിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു സിനിമാ നയ രൂപീകരണം വേണമെന്നുള്ള ഒരു അടിസ്ഥാന ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിൽ പല വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് സർക്കാർ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സിനിമാ കോൺക്ലേവ് വരുന്നു, ഒപ്പം തന്നെ സിനിമാ നയം രൂപീകരിക്കപ്പെടുന്നു. 400-ലേറെ പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കോൺക്ലേവ് നടത്തുന്നു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതൊരു സർക്കാർ വിവരങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കേറെ ഇടപെട്ടത്. അതാണ് അതിനകത്ത് സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ വല്ലാത്തോതിൽ വിമർശിക്കാനാകുന്ന ഒരു നില ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് RDX കണക്കാക്കുന്നില്ല, വിചാരിക്കുന്നില്ല. പക്ഷേ പാർവതി തിരുവോത്ത് അക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വികാരം ആ നിലക്ക് തന്നെ കാണേണ്ടതുണ്ട് എന്നും ആണ് വിചാരിക്കുന്നത്. അവരെ ഈ വിധു വിൻസെൻ്റൊക്കെ വന്ന് വിമർശിക്കുന്നതൊന്നും അത്ര ശരിയായ കാര്യമല്ല എന്നൊരു തോന്നലുകൂടെയാണ് വരുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു വൈകാരിക എതിർപ്പുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിശ്ചയമായിട്ടുമുണ്ട്. ആ സാഹചര്യം തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ വെളിവാക്കുന്നത്. കാരണം ഈ പരാതിയായിട്ട് കൊടുത്ത 10-38 കേസുകളിൽ പരാതി പറഞ്ഞ ആളുകൾക്ക് അവരുടെ പരാതി ഒരു കേസായിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല എന്ന അവരുടെ നിലപാടിന് കാരണമാകുന്നത് ആ മേഖലയിലുള്ള വലിയ വെല്ലുവിളികളാണ് എന്ന കാര്യം നമ്മൾ കാണണം. ഒരാൾക്ക് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയും എന്നാൽ അതേസമയം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യാവുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മനസ്സിലാക്കേണ്ടതാണ് മന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളും എന്നാണ് തോന്നുന്നത്. അത് ഹേമ കമ്മിറ്റി തന്നെയും റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ തോതിലുള്ള പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിനെതിരെ വല്ല വർത്തമാനവും പറഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് കിട്ടാത്ത, ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട് എന്ന കാര്യം അവിടെയുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്ന കാര്യം മന്ത്രിയാണെങ്കിലും വിധു വിൻസെൻ്റ് ആണെങ്കിലും ഒന്നും മറക്കരുത്. പാർവതി തിരുവോത്തിന് അവരുടെ വൈകാരികമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള എല്ലാ അവകാശമുണ്ടെന്നുകൂടെ RDX കാണുന്നു. എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല, പോലീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യവും അവിടെയുണ്ട്. ഈ കോൺക്ലേവിനെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കിലെടുക്കണമെന്നാണ് RDX വിചാരിക്കുന്നത്. കാരണം ഒരു മനോഭാവ മാറ്റമൊക്കെ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാനുള്ള ഒരു ഇടപെടലായിട്ട് മാറുമോ അക്കാര്യം എന്നത് നമുക്ക് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൂടെ കണ്ടതിന് ശേഷം മാത്രമേ സർക്കാരിനെ ഏതെങ്കിലും നിലക്ക് വലിയ തോതിൽ കുറ്റപ്പെടുത്താനൊക്കെ ആകൂ എന്ന് വിചാരിക്കുന്നു. ഒറ്റ വാക്കിൽ ഒരു നിലപാടെടുക്കാനാകുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രശ്നമല്ല ഈ വിഷയം എന്ന് തന്നെ നമ്മൾ കാണണം. നടി പാർവതി തിരുവോത്ത് ഉന്നയിച്ച വിമർശനങ്ങൾ പ്രസക്തമാണ്. നിലപാടുകൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ സ്വന്തം തൊഴിലിടത്തിൽ അപകടം നേരിട്ട നടിയാണ് പാർവതി എന്നത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഈ വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിനവർക്ക് വൈകാരിക കാരണങ്ങളും കാണും. എന്നാൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് മുതൽ സിനിമാ കോൺക്ലേവ് പ്രഖ്യാപിച്ചതുവരെ സർക്കാരിനും വിഷയത്തിൽ കൃത്യമായ വെയിറ്റേജ് ഉണ്ട്. നിയമത്തിൻ്റെ പാതയിലൂടെ മാത്രമേ ലൈംഗിക അതിക്രമ കേസുകളുടെ മുന്നോട്ട് പോക്കിൽ സർക്കാരിന് ഇടപെടാനാകൂ. ആരോപണം ഉന്നയിച്ചവർ നിയമ നടപടികളുമായി സഹകരിക്കാതിരുന്നാൽ ഇത്തരം കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായ പരിമിതികളുണ്ട്. അപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യം, വേതനം, സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയത്തിൽ സിനിമാ മേഖലയിൽ തുല്യനീതി നടപ്പാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെ. സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെ നടക്കുമ്പോൾ ഈ വിഷയത്തിൽ സമഗ്രമായ ഉത്തരങ്ങളും പരിഹാരങ്ങളും എല്ലാം ഉരുത്തിരിയുമെന്ന് RDX പ്രതീക്ഷിക്കുന്നു. ഇടവേളയിലേക്ക്